വിദ്യാധനം സർവധനാൽ പ്രധാനം. വിദ്യാഭ്യാസ രംഗത്ത് ഉറച്ച കാൽവെപ്പുമായി ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ വിജയ കോളേജ്. പരിചയസമ്പന്നരായ അധ്യാപകരുടെ കീഴിൽ ചിട്ടയായ പരിശീലനം നൽകി ഭാവിയിലെ വാഗ്ദാനങ്ങളാക്കി മാറ്റുന്നു ഓരോ വിദ്യാർത്ഥികളെയും. വിജയ കോളേജ് നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. ഫോർമർലി വിജയ ട്യൂട്ടോറിയൽ കോളേജ് സിൻസ് 1960. കിള്ളിമംഗലം ഗവൺമെന്റ് UP സ്കൂളിൽ കലോത്സവം ദർപ്പണം 2025 ലഹരി വിരുദ്ധ നൃത്താവിഷ്കാരം തുടിയുടെ അവതരണവും നടന്നു. MLA യുവ പ്രദീപ് ഉദ്ഘാടനം നിർവഹിച്ചു. ശ്വാസകോശത്തിന്റെ കാറ്റുവഴികൾ കനൽ ചുംബനങ്ങളാൽ ചുണ്ടരിച്ചു. തീമഴത്തുള്ളിയായി കരളുരുക്കി മുഖക്കറ പശ ചേർത്തടച്ചു കെട്ടി. ശ്വാസകോശത്തിന്റെ കാറ്റുവഴികൾ തുറന്നു ചിതയുരുക്കി. വിഷസർപ്പ ചിന്ത വിരിഞ്ഞിറങ്ങി. ചത്തമിഴികളെ കൂട്ടിലെത്തി. വെട്ടകാലത്തിൽ കരിന്തേളുകൾ ഉന്മാദനാ. കിള്ളിമംഗലം ഗവൺമെന്റ് UP സ്കൂളിൽ ദർപ്പണം 2025 കലോത്സവവും ലഹരി വിരുദ്ധ നൃത്താവിഷ്കാരമായ തുടിയുടെ അവതരണവും നടന്നു. പരിപാടി UR പ്രദീപ് MLA ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ കലോത്സവം ഇന്നും നാളെയുമായി നടക്കുന്ന കലോത്സവത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം. മറ്റൊന്ന് നമ്മുടെ ഇംഗ്ലീഷ് ഭാഷയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സുലഭമായ രീതിയിൽ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്ന് മാറ്റി തീർക്കുന്ന ഒരു പ്രവർത്തനങ്ങളുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ചേർന്നിട്ടാണ് നമുക്കിതിലെ ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യുന്ന ട്രെയിനിങ് നമുക്ക് തരാൻ പോകുന്നത്. ഇവിടെ കലോത്സവവുമായി ബന്ധപ്പെട്ട് നമ്മളിവിടെ പുറത്തു കുറിക്കുമ്പോൾ ഇന്നലെ ജില്ലയിൽ വലിയ ഒരു പ്രവർത്തനമാണ് എടുത്തു കുറിച്ചത്. ഈ കൊല്ലത്തെ സ്കൂൾ സംസ്ഥാന കലോത്സവം. ഡോക്ടർ ER ശിവപ്രസാദ് രചിച്ച തുടി എന്ന നൃത്താവിഷ്കാരം ലഹരിക്കെതിരെയുള്ള ശക്തമായ സന്ദേശമാണ് നൽകിയത്. നൃത്താവിഷ്കാരം അവതരിപ്പിച്ച വിദ്യാർത്ഥികളെയും ഡോക്ടർ ശിവപ്രസാദിനെയും ചടങ്ങിൽ ആദരിച്ചു. പാഞ്ഞാൾ പഞ്ചായത്ത് പ്രസിഡന്റ് V. തങ്കമ്മ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ് മുഖ്യ അതിഥിയായിരുന്നു. പ്രധാനാധ്യാപകൻ MN ബർജിലാൽ സ്വാഗതം പറഞ്ഞു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിർമ്മല രവികുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം AE ഗോവിന്ദൻ, VPC K. പ്രമോദ്, PTA പ്രസിഡന്റ് TR മണികണ്ഠൻ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. കലോത്സവ കൺവീനർ ദീപ AK നന്ദി പറഞ്ഞു. സംസ്ഥാനത്തെ വിവിധ സ്കൂളുകളിൽ കഴിഞ്ഞ 3 വർഷമായി നടന്നു വരുന്നു. ELEP എന്നതാണ് ഈ പ്രോഗ്രാമിൻ്റെ പേര്. ഞാൻ ഇന്നലെ ഇതിൻ്റെ സ്റ്റേറ്റ് ചുമതലയുള്ള ദീപമാധൻ മാഡവുമായിട്ട് സംസാരിക്കുകയുണ്ടായി. ഇന്നലെ സംസ്ഥാന കലോത്സവത്തിൻ്റെ സ്വാഗത സംഘത്തിൽ മാഡം വന്നിട്ടുണ്ടായിരുന്നു. സ്റ്റേറ്റ് പ്ലാനിംഗ് ചുമതലയുള്ള ദീപമാധൻ മാഡം നമ്മുടെ വിദ്യാലയത്തിൽ ഇതിൻ്റെ പ്രോഗ്രാം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായും ഇതുകൊണ്ടുള്ള ഒരു ഗുണം ഇംഗ്ലീഷ് ലാംഗ്വേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇംഗ്ലീഷിന്റെ സ്പീക്കിംഗ് സ്കില്ലും അതുപോലെ. ന്യൂസ് ഡെസ്ക് CCTV.